പാകിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നത്? പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന പേരിൽ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചതായി സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രചാരണം നടക്കുകയാണ്. 85% പ്രദേശവും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് വിഘടനവാദികൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ പ്രഖ്യാപനത്തിന് ഔദ്യോഗിക സ്ഥിരീകരണമോ അന്താരാഷ്ട്ര അംഗീകാരമോ ലഭിച്ചിട്ടില്ല. പാകിസ്ഥാന്റെ പ്രതികരണവും ഈ വിഷയത്തിലുണ്ടായിട്ടില്ല. അന്താരാഷ്ട്ര സമൂഹം ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണമെന്നും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ആഗോള സംഘടനകൾ പിന്തുണ നൽകണം എന്നുമാണ് വിഘടനവാദികൾ ആവശ്യപ്പെടുന്നത്. ആഭ്യന്തര പ്രശ്നങ്ങളിൽ ആടിയുലയുന്ന പാകിസ്ഥാനെ പുതിയൊരു പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നതാണ് നിലവിലെ സാഹചര്യം. പാക് ഒക്കുപൈഡ് കാശ്മീരിലെ പ്രശ്നങ്ങൾക്ക് പിന്നാലെയാണ് ബലൂജിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഈ രണ്ട് സാഹചര്യങ്ങളും ഇന്ത്യക്ക് നയതന്ത്ര പരീക്ഷണം കൂടിയാണ്. ഇന്ത്യയും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് പാകിസ്ഥാനിലെ സാഹചര്യങ്ങൾ. അപ്പോൾ എന്താണ് പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ അവസ്ഥ? ഇന്നലെ സ്വയം ബലൂച്ച് ജനതയുടെ പ്രതിനിധി എന്ന് വിശേഷിപ്പിക്കുന്ന മിർ യാർ ബലൂച്ച് എന്ന വ്യക്തിയുടെ എക്സ് അക്കൗണ്ടിലൂടെയാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയായ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതായുള്ള അവകാശവാദം ഉയർന്നത്. ബലൂച്ച് മേഖലയുടെ 85% പ്രദേശങ്ങളും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന അവകാശവാദമായുമാണ് പുതിയ രാജ്യപ്രഖ്യാപനത്തോടെ ഇവർ രംഗത്ത് വന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയായ ബലൂചിസ്ഥാനാണ് സ്വതന്ത്ര രാഷ്ട്രമായി ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന പേരിൽ പുതിയ ഭരണ സംവിധാനം രൂപീകരിച്ച് എന്ന് അവകാശപ്പെടുന്ന ഒരു പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയായിരുന്നു. ഈ അവകാശവാദ പ്രകാരം പുതിയ ഭരണകൂടം ബലൂചിസ്ഥാന്റെ ഏകദേശം 85% പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതായും സ്വന്തം ദേശീയ പതാക, ദേശീയ ഗാനം, കറൻസി, ഭരണ സംവിധാനം എന്നിവ നിലവിൽ വന്നതായും അവകാശപ്പെടുന്നു. എന്നാൽ ഇക്കാര്യത്തിന് ഒരു സ്ഥിരീകരണമുണ്ടോ? ഇല്ല. ഈ അവകാശവാദങ്ങൾക്ക് ഇതുവരെ സ്വതന്ത്രമായ സ്ഥിരീകരണമോ പാകിസ്ഥാൻ സർക്കാരിന്റെ ഔദ്യോഗിക പ്രതികരണമോ ഒന്നും ഉണ്ടായിട്ടില്ല. പാകിസ്ഥാന്റെ പടിഞ്ഞാറ് ബലൂജിലും തെക്ക് പാക് അധീന കശ്മീരിലും ഒരേ സമയം വലിയ പ്രതിഷേധങ്ങളാണ് അരങ്ങേറുന്നത്. ഇതിനിടയിലാണ് ബലൂച്ച് വിഘടനവാദികൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. തങ്ങൾ സ്വതന്ത്രർ അംഗീകരിക്കണം എന്നതായിരുന്നു ഈ പ്രസ്താവന. അന്താരാഷ്ട്ര സമൂഹം ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണമെന്നും ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെയുള്ള ആഗോള സംഘടനകൾ പിന്തുണ നൽകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ നിലവിൽ ഒരു രാജ്യവും ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചിട്ടില്ല. അതിനാൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വിവരങ്ങളെ ഔദ്യോഗിക പ്രഖ്യാപനമായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ബലൂചിസ്ഥാനിലെ ഈ വിഘടനവാദം എങ്ങനെ എന്ന് നോക്കിയാൽ പാകിസ്ഥാന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബലൂചിസ്ഥാൻ രാജ്യത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ ഏകദേശം 44% ഉൾക്കൊള്ളുന്നതാണ്. എന്നാൽ ജനസംഖ്യയുടെ വെറും 6% മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇറാനും അഫ്ഗാനിസ്ഥാനും അതിർത്തികളുള്ള ഈ പ്രദേശത്തിന് അറബിക്കടലിനോട് ചേർന്ന ദീർഘമായ തീരപ്രദേശവുമുണ്ട്. 1948 കലാത്ത് രാജ്യം പാകിസ്ഥാനിൽ ചേർത്തതോടെയാണ് ബലൂചിസ്ഥാനിലെ കലാപങ്ങൾ തുടങ്ങിയത്. ബലൂച്ച് ജനതയുടെ ആരോപണം തുടർച്ചയായി വന്ന പാകിസ്ഥാൻ സർക്കാരുകൾ ഈ പ്രദേശത്തെ സാമ്പത്തികമായും രാഷ്ട്രീയമായും അവഗണിക്കുന്നു എന്നതാണ്. സൈനിക അടിച്ചമർത്തലിന് വിധേയമാക്കി ഇവരെ എന്നതാണ് അവർ ആരോപിക്കുന്നത്. സ്വർണം, ചെമ്പ്, വെള്ളി, പ്രകൃതിവാതകം തുടങ്ങിയ സമ്പന്നമായ പ്രകൃതി വിഭവങ്ങൾ ഉണ്ടായിട്ടും അതിന്റെ ലാഭവിഹിതമൊന്നും തങ്ങൾക്ക് ലഭിക്കുന്നില്ല. ദാരിദ്ര്യത്തിലാണ് ജനങ്ങൾ കഴിയുന്നത് എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. ബലൂചിസ്ഥാനിൽ പതിറ്റാണ്ടുകളായി വിഘടനവാദ പ്രസ്ഥാനങ്ങളും സായുധ സംഘർഷങ്ങളും ഈ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി വളർന്നു കൊഴുക്കുകയാണ്. അടുത്ത ദിവസങ്ങളിലായി പാകിസ്ഥാൻ സുരക്ഷാ സേനയും ബലൂച്ച് വിഘടനവാദി സംഘടനകളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ വളരെ രൂക്ഷമായിരുന്നു. ഈ ആക്രമണങ്ങളിൽ നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥരും സായുധ പ്രവർത്തകരും കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന അവകാശവാദം സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ശക്തമായിരിക്കുന്നത്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എങ്ങനെയെന്ന് നോക്കിയാൽ പ്രകൃതി വിഭവങ്ങളുടെ കാര്യത്തിൽ അതീവ സമ്പന്നമായ മേഖലയാണ് ബലൂചിസ്ഥാൻ. ചെമ്പ്, സ്വർണം, കൽക്കരി, പ്രകൃതിവാതകം തുടങ്ങിയ ധാതു സമ്പത്തുകളുടെ വലിയ ശേഖരം ഇവിടെയുണ്ട്. കൂടാതെ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പദ്ധതിയിലെ പ്രധാന കേന്ദ്രമായ ഗ്വാദർ തുറമുഖവും ബലൂചിസ്ഥാനിലാണ്. ഈ സാമ്പത്തിക ഭൗമ രാഷ്ട്രീയ പ്രാധാന്യം കാരണം പ്രദേശത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ദക്ഷിണേഷ്യൻ മേഖലയിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതാണ് എന്നതാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ബലൂചിസ്ഥാൻ വേർപിരിയുന്നത് പാകിസ്ഥാൻ ഭരണകൂടത്തെ പാപ്പരാക്കുമെന്നും രാജ്യം തകരാൻ ഇത് കാരണമാകുമെന്നും സാമ്പത്തിക വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബലൂചിസ്ഥാനിലെ വിഘടനവാദികളെ നേരിടാൻ പാകിസ്ഥാൻ സൈന്യം ഇപ്പോൾ വ്യോമാക്രമണങ്ങളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്.
ബലൂചിസ്ഥാനിലെ വിഭവങ്ങൾക്ക് മേൽ പ്രാദേശിക നിയന്ത്രണം വേണമെന്ന ജനങ്ങളുടെ ദീർഘകാലമായുള്ള ആവശ്യം ഇപ്പോൾ പാകിസ്ഥാന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന സാമ്പത്തിക ഉപരോധമായി മാറിയിരിക്കുകയാണ്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിച്ചില്ല എങ്കിൽ പാകിസ്ഥാൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയെ നേരിടേണ്ടി വരും എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പാക് അധീന കശ്മീരിലും ഖൈബർ പത്തൂൺഖ മേഖലയിലും തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനെ സാമ്പത്തിക ആഘാതത്തിന്റെ വ്യാപ്തി കൂട്ടുന്ന ഈ ഒരു പ്രതിസന്ധി കൂടി അലട്ടുന്നത്. ഇത് പാകിസ്ഥാൻ നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധി ആണ് എന്നതാണ് പല റിപ്പോർട്ടുകളും ചൂണ്ടിക്കാട്ടുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതും പാകിസ്ഥാനിലെ കാർഷിക മേഖലയെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട് എന്നതാണ് വിവരം. സമാനതകളില്ലാത്ത തരത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളാണ് നിലവിൽ പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആഘാതം കൂട്ടുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന് നോക്കിയാൽ, സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് ശേഷം ബലൂചിസ്ഥാൻ ഇന്ത്യയുടെ ഔദ്യോഗിക അംഗീകാരം നൽകണം എന്നൊരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇന്ത്യ ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയമായാണ് കാണുന്നത്. മുൻപ് ബലൂചിസ്ഥാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നത് പാകിസ്ഥാന്റെ പരമാധികാരത്തെ നേരിട്ട് ചോദ്യം ചെയ്യുന്നതായി കണക്കാക്കപ്പെടും. അതോടൊപ്പം കശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിനെയും ഇത് ബാധിക്കാം. ഇന്ത്യ മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയാണെന്ന ആരോപണം പാകിസ്ഥാൻ ഉയർത്താൻ ഒരു അവസരവും ഇത് സൃഷ്ടിക്കും. ഇതുവഴി പാകിസ്ഥാൻ വീണ്ടും കശ്മീർ വിഷയം അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിക്കാനുള്ള സാധ്യതയും കണക്കാക്കപ്പെടുന്നു. ബലൂചിസ്ഥാനെ ഇന്ത്യ അംഗീകരിച്ചാൽ ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം വീണ്ടും വഷളാകാനും സാധ്യതയുണ്ട്. ഗൽവാൻ ഏറ്റുമുട്ടലിന് ശേഷം ഇന്ത്യയും ചൈനയും ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു തുടങ്ങിയിരിക്കുന്ന ഘട്ടമാണ്. ചൈനയും പാകിസ്ഥാനും കൂടുതൽ അടുത്ത സഹകരണം സ്ഥാപിക്കാൻ ഇത് ഇടയാക്കും. ഇറാനുമായുള്ള ബന്ധവും പ്രശ്നത്തിലായേക്കാം. ബലൂച്ച് വിഘടനവാദികൾക്ക് വിദേശ പിന്തുണ നൽകുന്നതിനെതിരെ ഇറാൻ മുൻപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചാബഹാർ തുറമുഖം ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ പ്രാദേശിക താൽപര്യങ്ങൾക്കും ഇത് പ്രതികൂലമായി ബാധിക്കാനിടയുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് ഇന്ത്യയുടെ നീക്കം? എന്തായിരിക്കും ഇന്ത്യയുടെ നീക്കം? വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ പിന്തുണയ്ക്കുന്നത് പ്രദേശത്തെ അസ്ഥിരതയും അക്രമവും വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് കണക്കിലാക്കുന്നത്. നിലവിൽ ഈ പ്രഖ്യാപനത്തിന് അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചിട്ടില്ല. ബലൂചിസ്ഥാൻ യഥാർത്ഥത്തിൽ എത്രമാത്രം പ്രദേശം നിയന്ത്രിക്കുന്നു എന്നതും ഇവിടുത്തെ വിഘടനവാദികൾക്ക് എന്താണ് അവിടുത്തെ ആധിപത്യം എന്നതും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നൊരു സാഹചര്യവുമൊക്കെ ഉണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു നയതന്ത്ര പരീക്ഷണത്തിന്റെ ഘട്ടമോ അല്ലെങ്കിൽ അവസരമോ ആണ്. സൂക്ഷ്മമായി നിരീക്ഷിച്ച് കരുതലോടുകൂടിയായിരിക്കും ഇന്ത്യ ഈ വിഷയത്തിൽ നീക്കങ്ങൾ നടത്തുക. പാകിസ്ഥാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ഇന്ത്യ ഉറ്റുനോക്കുകയാണ്. അന്താരാഷ്ട്ര സമൂഹം എന്ത് നിലപാട് സ്വീകരിക്കും എന്നീ കാര്യങ്ങളിൽ വ്യക്തമായ ഒരു ചിത്രമുണ്ടായതിനു ശേഷം മാത്രമായിരിക്കും ഈ സംഭവവികാസത്തിന്റെ യഥാർത്ഥ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക. ഇപ്പോൾ സ്ഥിതി കാത്തിരുന്ന് കാണാം എന്ന നിലയിലാണ് സസൂക്ഷ്മം ഇന്ത്യ പാകിസ്ഥാനിലെ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നു എന്നതാണ് റിപ്പോർട്ട്. ഉചിത സമയത്തുള്ള ഇടപെടൽ ആണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.